ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഗോബി അല്ലെങ്കിൽ കോളിഫ്ലവർ ചില്ലി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന രീതിയിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടപ്പോൾ ഞാൻ ചെറിയൊരു കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/2 കിലോളം ഉണ്ട്. അപ്പോൾ കോളിഫ്ലവർ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തുകൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുഴുക്കളോ അണുക്കളോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് ഡ്രൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കോട്ട് ചെയ്ത് വെക്കാനുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കളറൊക്കെ കിട്ടാനായിട്ടാണ് കേട്ടോ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഞാൻ ഒരു ചിക്കൻ ക്യൂബ് ഒന്ന് പൊടിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചിക്കൻ ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഉപ്പ് ലാസ്റ്റ് ഇട്ടാൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് ചിക്കൻ ക്യൂബിൽ ഓൾറെഡി ഉപ്പുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഒരു കുഴമ്പ് പരുവത്തിൽ ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് തിക്കും ആവരുത് കേട്ടോ ഈ മാവ്. ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പോട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഡ്രെയിൻ ചെയ്ത് കോളിഫ്ലവർ വെച്ചിട്ടുണ്ട്. അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ മാവിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുപ്പിച്ചടുപ്പിച്ച് ഇട്ട് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു സൈഡ് കളർ ചേഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ല കളറൊക്കെ ആയിട്ട് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്, നല്ല കളറും ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുവാണ്. ബാക്കിയുള്ള കോളിഫ്ലവറും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ഗോബിയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയും ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് പാർട്ടും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് കോണായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കോളിഫ്ലവർ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ സ്പ്രിംഗ് ഓണിയൻ മസ്റ്റാണ്. ഇത് ചേർക്കുമ്പോഴാണ് ആ കറിയുടെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഇതൊന്ന് വഴറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയും ക്യാപ്സിക്കും ഒക്കെ ഒത്തിരി കുക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ. സവാളയും ക്യാപ്സിക്കും ഒക്കെ ഇട്ട ടൈമിൽ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ 1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ, ഏകദേശം 1 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഓപ്ഷനിലാണ്, ചെറുതായിട്ടൊന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഈ ടൈമിൽ ചേർത്ത് കൊടുത്തെന്ന് പറഞ്ഞ് കറിക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ടൈമിൽ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടെ ഇട്ട് കൊടുക്കാം. കളർ നമ്മൾ ഇതിൽ ഒട്ടും തന്നെ ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ നല്ല കളറാണ് കേട്ടോ ഈ കറിക്ക്. ഞാനപ്പോൾ ഇതിലേക്ക് 3/4 ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കറിയിലേക്ക് തേനാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. തേനപ്പോൾ ചൂടിന് തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലേക്ക് തേനിന് പകരം പഞ്ചസാര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയ്ക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട്, പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് തേൻ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിനുശേഷം കറിയുടെ ചൂട് നന്നായിട്ട് അറിയുന്നതിന്, നന്നായിട്ട് വേണ്ട, ചെറിയൊരു ചൂടിൽ തന്നെ തേൻ ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കറിയുടെ ചൂടാറിയിട്ട് ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കുന്നത് കാണിക്കാം. അപ്പോൾ കറിയുടെ ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ റെഡി ആകുമ്പോഴേക്കും ഈ കറി റെഡിയാക്കിയാൽ മതി എന്ന് കരുതിയിട്ടാണ് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിയൊരു ചൂടിൽ തന്നെ തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനെടുത്തപ്പോൾ ഒട്ടും ചൂടില്ല. ഇതിലേക്ക് ഞാൻ തേൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഞാനിതൊന്ന് ചൂടാക്കി കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേൻ ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളുത്തുള്ളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഗോപിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇത് ചപ്പാത്തി അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.